ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ നല്ല പ്രചരണം, മികച്ച IT സെൽ, ഇതൊക്കെ വിജയത്തിൽ ഘടകമാകുന്ന ഒരു ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുക്കൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ രാഹുലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫഷണലായി അവരുടെ സൈബർ ഒഫൻസീവ് നടത്തുന്നതിൽ വീഴ്ച വന്നോ? ഇതിനെ ഒരു ആൾക്കൂട്ട ആക്രമണമായോ അല്ലെങ്കിൽ ആൾക്കൂട്ടമായി ചിതറിപ്പോവുകയോ ഒക്കെ ചെയ്ത് പലപ്പോഴും അത് ഉദ്ദേശിച്ചതിൻ്റെ നേരെ വിപരീത ഫലം ചെയ്തോ? എന്തു തോന്നുന്നു? പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്സ് ഈസ് എ ഗെയിം ഓഫ് ബ്രാൻഡിങ് ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയാറ്. അത് ബ്രാൻഡിങ്ങിൻ്റെയും പ്രൊജക്ഷൻ്റെയും ഗെയിമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആദ്യം ലോകതലത്തിൽ ഇത് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്തു ഒബാമ ക്യാമ്പയിനാണ്. ഒബാമ പ്രസിഡന്റ് ആകുന്നതിന് ഡിജിറ്റൽ മീഡിയ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ നരേന്ദ്രമോദിജിയാണ് വലിയൊരളവ് വരെ ഡിജിറ്റൽ മീഡിയയെ കാര്യമായി ലെവറേജ് ചെയ്തും പ്രൊഫഷണലി കൊണ്ടുവരികയും ചെയ്തു. അതിനുമുമ്പ് അദ്വാനിജി അയൺ മാൻ എന്നൊക്കെ പറഞ്ഞ് അദ്വാനിജിയുടെ വളരെ ഫോക്കസ് ഇല്ലാത്ത ഫോട്ടോസൊക്കെ ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ മോദിജി അത് ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് കൊടുക്കുകയും അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും മറ്റുമൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊരു പൊളിറ്റിക്സ് എന്നും ഇതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ പ്രൊജക്ഷൻ്റെയും കാര്യമാണ്. അതൊരു റിയാലിറ്റിയാണ്. ഇത്തവണ നേരത്തെ അദ്ദേഹം പ്രേംവർജി സൂചിപ്പിച്ചതുപോലെ ധ്രുവ് റാത്തി എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് ബാലൻസ് സംരക്ഷിക്കാൻ ഒരു പ്രധാന കാരണക്കാരൻ ശ്രീ ധ്രുവ് റാത്തി കൂടെയാണ്. ശ്രീ അജയ് റായ് എടുത്ത വോട്ടുകളുടെ പകുതിയെങ്കിലും ധ്രുവ് റാത്തിയുടെ ക്രെഡിറ്റ് ആണ്. കാര്യം ആ രീതിയിൽ ഇഫക്റ്റീവായ വീഡിയോസ്, പഞ്ചുള്ള വീഡിയോസ് അദ്ദേഹത്തിന് ചെയ്യാനും പറ്റും കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇഫക്റ്റീവ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, CPM-ന് ട്വിറ്ററിൽ വലിയൊരു പ്രാതിനിധ്യമോ സ്വാന്നിധ്യം തന്നെ ഇല്ല. ഫേസ്ബുക്കിലുണ്ട്. ട്വിറ്ററിൽ അത്രയും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയയും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ നോർത്ത് ഇന്ത്യൻ ഇതല്ല, കൂടുതൽ ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിലാണ്. പോരാളി ഷാജി അടക്കം എന്നെയൊക്കെ എത്രയോ തവണ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം ആരും പറഞ്ഞുകൂടാത്തതാണ്. അത് ഈ കാശ് കൊടുത്താണ് ഇത് മേടിക്കുന്നതെന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് ഇഷ്ടമില്ല. അല്ല, അങ്ങനെയല്ല ശ്രീ രാഹുൽ. ഇപ്പൊ രാഹുലും PR ചെയ്യുന്നതല്ലേ? ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ PR ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. രാഹുൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താല്പര്യമുള്ള പേജുകളെ വാങ്ങും. അതാണ് ജയരാജൻ പറഞ്ഞത്. പോരാളി ഷാജി അല്ലല്ലോ മേടിക്കുന്നത്. ഇപ്പൊ ശശി തരൂരിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ആരും പോരാളി ഷാജിയെ മേടിക്കില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നാണ്. അതെ, പോരാളി ഷാജിയുടെ രസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അനുഭവം കൂടെയുള്ള, ഇന്ന് മോദിജിയുടെ കൂടെയുള്ള നമ്മുടെ പവൻ കല്യാണിന്റെ ചിത്രമാണ്. പവൻ കല്യാണിന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ചെഗുവേരയോടും നമ്മുടെ ഭഗത് സിംഗിനോടും ഒക്കെ അനുഭവമുള്ള പോരാളി ഷാജിയുടെ, അദ്ദേഹം മീശ വിരിക്കുന്നതാണ്, പുള്ളിയുടെ നല്ല മനുഷ്യനുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പേജ് വെച്ചാണ് തോന്നുന്നത്. ഒരുപാട് നല്ല ട്രോളും ഒരുപാട് നല്ല രസകരമായ ട്രോളും മറ്റും അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാശ് കൊടുത്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വിലക്കെടുത്തു എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഇൻകൺവീനിയന്റ് ആയ അഭിപ്രായത്തെ, യോജിപ്പില്ലാത്ത അഭിപ്രായത്തെ ചെറുതാക്കാനാണ്. ഇത് വലതുപക്ഷമോ അല്ലെങ്കിൽ സോക്കോൾഡ് ദേശീയവാദികളുടെ പക്ഷം സംഭവിക്കുന്നതാണ്. അല്ല, അവിടെ അത് നോക്കൂ. ഇപ്പൊ ഒരു പേജ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ഒരു ഇടതുപക്ഷ പേരുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ കോൺഗ്രസിന്റെ പക്ഷത്താണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പറയുന്നില്ല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ജയരാജൻ ഏത് അർത്ഥത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇലക്ഷന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാസ്റ്റ് കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഈഴവ വോട്ടുകളും ഹിന്ദു പിന്നോക്ക വോട്ടുകളും CPM ഇന്ന് BJP-യിലേക്ക് പോയതുണ്ട്. തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപി ഒന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ മാത്രമല്ല, ഇപ്പം പോലും CPM-ന് അപ്പർ ഹാൻഡ് ഒന്നും പോയിട്ടുള്ളതല്ല. ഇപ്പോഴും ഒരു സംസ്ഥാന ഇലക്ഷൻ നടത്തിയാൽ CPM-ന്റെ സ്ട്രോങ് പെർഫോമൻസ് തന്നെയായിരിക്കും. പക്ഷേ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലേക്ക് ലഘൂകരിച്ച് കാണാമോ? അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ റിജിഡിറ്റി എന്നൊരു ഫാക്ടർ ഉണ്ട്. അതിനെതിരെ ഇപ്പൊ MV ജയരാജന് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഫാക്ടേഴ്സ് കാണാം. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ശ്രീ MV ജയരാജൻ ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം തെറ്റാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഫ്ലാഗ് ചെയ്തൊരു വിഷയം റിലവന്റ് ആണ്. പക്ഷേ അത് ഈ വിലക്കെടുപ്പ് കിട്ടും എന്ന് പറയുന്ന ഒരു സ്ഥിരം ആർഗ്യുമെന്റാണ്. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഒരാളെ വിലക്കെടുത്തു എന്നാണ് ഇപ്പൊ ഇന്നലെ മുതൽ നമ്മുടെ സംഘ് സർക്കിൾസ് എന്ന് പറയുന്നത്. ശ്രീജിത്ത് പണിക്കരെ കോൺഗ്രസ്സുകാരെ വിലക്കെടുത്തു എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരെ ഒരു കേട്ട് അത്ഭുതപ്പെടും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയുന്നവരെ വിലക്കെടുക്കുക. ഒരു വരി കൂടെ പറയാം. ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പേസസ് ഉയർന്നു വരേണ്ട ആവശ്യമാണ്. അതിപ്പം പോരാളി ഷാജി പോലെയുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളോ സാധനങ്ങളോ അവരെ ഇടതുപക്ഷത്തോട് നിന്ന് തന്നെ അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കർ സാറിനെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം നല്ലൊരു പണ്ട് മുതലേ CPI-യുടെ ആളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനാണ്, പക്ഷേ ഏറ്റവും CPM-നെ വിമർശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾക്കാർ. ഇവർക്കൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഉണ്ട്. ആ ഇൻഡിപെൻഡന്റ് ആൾക്കാരെ നമ്മൾ ഉയർത്തിവിടണം. ധ്രുവ് റാത്തിയെ പോലുള്ള നാഷണൽ ലെവലിലുള്ള ആൾക്കാർ, ഇവർ നമ്മുടെ സിവിൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്
ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് കുറെ കൂടെ സമ്പന്നമാക്കും. അതാത് പക്ഷത്തിന് അതീതമായി വിമർശനങ്ങളെ ഉയർത്താൻ ഇവർക്ക് കഴിയും. ഇതൊക്കെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ആ പോസിറ്റീവായ കാര്യത്തെ കാണാതെ എല്ലാവരും വിലക്കെടുക്കപ്പെട്ടതാണ്, ഇതിന്റെ പിന്നിൽ പക്ഷേ അമേരിക്കൻ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പകരം പോസിറ്റീവായ ഇത്തരം കാര്യങ്ങളെ കാണുകയാണെങ്കിൽ അത് ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിനെ വളരെയധികം മെച്ചുവറാക്കും. ഇപ്പോൾ ഒരാൾ ഷാജിയൊക്കെ ശബരിമല സമയത്ത് തന്നെയൊക്കെ ഒരുപാട് റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ലൈൻ കീപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു നമ്മുടെ ഡെമോക്രസിയെ വൈബ്രന്റ് ആക്കുന്ന കാര്യങ്ങളാണ്. ശരി, ഓക്കെ, ഞാൻ സജീഷിലേക്ക് പോകുന്നു.